ലൈവ് അപ്ഡേറ്റുകളിലേക്കാണ് നമ്മൾ പോകുന്നത്. സിബിന് പിന്നാലെ ഇപ്പോൾ റസ്മിനും കൺഫെഷൻ റൂമിൽ പോയി ബിഗ് ബോസിനോട് സംസാരിക്കണമെന്ന് ക്യാമറയുടെ മുന്നിൽ അപേക്ഷിക്കുകയാണ്. റസ്മിൻ പറയുന്നത് ആരാണേലും കുഴപ്പമില്ല, ബിഗ് ബോസ് സൈക്കോളജിസ്റ്റോ ബിഗ് ബോസോ ആരായാലും കുഴപ്പമില്ല, എനിക്കൊന്ന് സംസാരിച്ചാൽ മതി. ഇവിടെ സംസാരിക്കാൻ ഒരുപാട് പേരുണ്ട്, പക്ഷെ കേൾക്കാൻ ആരുമില്ല എന്നാണ് റസ്മിൻ പറയുന്നത്. റസ്മിൻ എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചാൽ പേടിയാണ് എന്ന് ഞാൻ പറയും. റസ്മിൻ അവിടെ ഇരുന്നും കിടന്നും മറിഞ്ഞും ഒക്കെ കാണിക്കുന്ന എല്ലാ തോന്നിയാസങ്ങളും ബിഗ് ബോസ് കറക്റ്റ് ആയിട്ട് എയർ ചെയ്യുന്നുണ്ട്. റസ്മിൻ മൊറ പോലെ എയറിൽ കയറുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെ ഒന്ന് ആത്മപരിശോധന നടത്തി നോക്കിയപ്പോഴാണ് പുള്ളിക്കാരി ഓർത്തത്, അയ്യോ എനിക്ക് പുറത്തൊരു ലൈഫ് ഉണ്ടല്ലോ എന്ന് ഓർത്തത്. അതാണ് പ്രശ്നം, അല്ലാതെ വേറെ ഒന്നുമല്ല. എപ്പോഴും പറയാറുള്ളത് പോലെ ഓവർ തിങ്കിങ് ബിഗ് ബോസിന്റെ അകത്ത് ഒരു യൂഷ്വൽ സംഭവമാണ്. എല്ലാരും പറയുന്നത് കേൾക്കുന്ന ഞാനാണ്, പക്ഷെ എന്നെ കേൾക്കാൻ ആരുമില്ല. ആ ഒരു അവസ്ഥയാണ് റസ്മിന്. ജാസ്മിന്റെ പ്രശ്നം എന്നെയും കൂടി അഫക്ട് ചെയ്യുന്നുണ്ട് എന്ന് റസ്മിൻ പറയുന്നുണ്ട് ബിഗ് ബോസിന്റെ അടുത്ത് കൺഫെഷൻ റൂമിൽ വെച്ചിട്ട്. ജാസ്മിനെയും ഗിബ്രയും പലരും തെറ്റിദ്ധരിക്കുന്നുണ്ട്. എനിക്കിവിടെ ആരുമായിട്ട് തല്ലുപിടിക്കാൻ പറ്റുന്നില്ല, ഇവിടുന്ന് പോവാറായി എന്നൊരു ഫീലിംഗ് ആണ് എനിക്കിപ്പോ. ഞാൻ ആദ്യമൊക്കെ ഓർത്തിരുന്നു ടോപ്പ് 5 വരുമെന്ന്. ഇപ്പം എനിക്ക് ആ പ്രതീക്ഷയില്ല എന്ന് റസ്മിൻ ബിഗ് ബോസിന്റെ അടുത്ത് ഓപ്പൺ ആയിട്ട് പറയുന്നുണ്ട്. പിന്നെ റസ്മിൻ മെന്റലി എക്സോസ്റ്റഡ് ആണെന്ന് ബിഗ് ബോസിന്റെ അടുത്ത് പറയുന്നുണ്ട്. സാരമില്ല റസ്മിനെ, സാരമില്ല. ഇതൊക്കെ പ്രേക്ഷകർ കേൾക്കുന്നുണ്ട്. റസ്മിനെ കേൾക്കാൻ പ്രേക്ഷകരുണ്ട്, ആരില്ലേലും പ്രേക്ഷകരുണ്ട്, ഞാനുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ പ്രേക്ഷകർ റസ്മിനെ അവിടുന്ന് പുറത്തെത്തിച്ചിരിക്കും. സാധിച്ചാൽ ഈ ആഴ്ച തന്നെ പ്രേക്ഷകർ അങ്ങനെ ഒരു തീരുമാനം എടുക്കും. അത്രയ്ക്കും പ്രേക്ഷക ഹൃദയങ്ങൾ കവർന്നെടുത്ത ഒരു ധീര വനിതയാണ് നിങ്ങൾ. അതാണ് എനിക്ക് റസ്മിനോട് പറയാനുള്ളത്. നിങ്ങളൊരു ആൺകുട്ടിയാണ്, വലിയ ജിമ്മന്മാരെയൊക്കെ തറ പറ്റിച്ച ഒരു ആൺകുട്ടി. മാസ് ഡയലോഗ് അടിച്ച് ആ വഴി എന്താ പറയാ സ്ലോ മോഷനിൽ നടക്കുന്ന ഒരു ആൺകുട്ടി. എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. മാസാണ് റസ്മിൻ, മാസ്. അങ്ങനെ ഒരാൾ മാനസികമായി തളരുന്നത് ഒട്ടും ശരിയല്ല. എത്രയും വേഗം പ്രേക്ഷകർ നിങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുന്നതായിരിക്കും. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.